അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ റമദാൻ അതിൻ്റെ അവസാനത്തെ പത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. അൽഹംദുലില്ലാഹ്, രണ്ടാമത്തെ പത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഗ്ഫിറത്തിൻ്റെ പത്തെന്ന് പരിചയപ്പെടുത്തിയ രണ്ടാമത്തെ പത്ത് നമ്മൾ ഇന്ന് വിട പറയുകയാണ്. ഇനി നമ്മൾ മൂന്നാമത്തെ പത്തിലേക്ക് കടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ ഈ ദിനരാത്രങ്ങൾ മഹദിയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങളെ വല്ലാതെ പരിഗണിച്ചിരുന്നു. അതിൽ പ്രത്യേകം ഇബാദത്തുകളൊക്കെ ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ വരുന്ന റമളാനിലെ അവസാനത്തെ 10 നമ്മളും ആരാധനകളെ കൊണ്ട് ധന്യമാക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മുൻകഴിഞ്ഞ മഹാന്മാർക്ക് ചെയ്തതുപോലെ തന്നെ റമളാനിനെ പരിഗണിക്കുന്ന, റമളാനായിട്ടും ജീവിതത്തിൽ ഒരു മാറ്റവും വരാതെ ഇരിക്കുന്ന ആളുകളെ നിന്ന് നമ്മളൊക്കെ മാറ്റം ഉണ്ടാകും. പരിശുദ്ധമായ റമളാൻ നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ നമ്മളിൽ കാണും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുന്നതാകട്ടെ. പാപങ്ങളെ കഴുകിക്കളയാൻ വേണ്ടി പടച്ച റബ്ബ് പ്രത്യേകമായി സംവിധാനിച്ചിട്ടുള്ള മാസമാണ്. ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആൻ അവതരിച്ചു എന്നുള്ളതാണ്. ഖുർആൻ അവതരിച്ചു എന്നുള്ളതാണ് പരിശുദ്ധമായ റമളാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് എല്ലാ കാര്യങ്ങളും, നിസ്കരിക്കാൻ ആളുകളുണ്ട്, നോമ്പെടുക്കാൻ ആളുകളുണ്ട്, പള്ളിയിൽ എത്തിക്കാഫിരിക്കാനും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ആളുകളുണ്ട്. ആഖിറുസ്സമാൻ്റെ കാലഘട്ടമായാൽ അമലുകളിൽ വെച്ച് ഏതമലാണ് കുറഞ്ഞു പോകുന്നത് എന്ന് പറയുന്നിടത്ത് കാണാം തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുക. ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വലിയ പ്രതിഫലമുണ്ട്. പക്ഷേ പുതിയ കാലത്ത് ആഖിറുസ്സമാൻ്റെ കാലഘട്ടത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ വളരെ കുറഞ്ഞു പോകുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധമായ ഖുർആൻ പാരായണം നമ്മൾ ഈ റമളാനിൽ ഖുർആൻ അവതരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ബഹുമാനിക്കുന്നതോടൊപ്പം ദിവസവും ഒരു 2-3 പേജെങ്കിലും ഖുർആൻ ഓതാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. പരമാവധി ഒരു ജുസ് എങ്കിലും ഒരു ദിവസം ഓതാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിനെ നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ, പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ഓതുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്കുണ്ടാകുന്നത് നമ്മുടെ കൽബിൽ അതുകൊണ്ട് പ്രകാശമുണ്ടാകും. നമ്മുടെ കൽബിൽ അതുകൊണ്ട് പ്രകാശമുണ്ടാകുമെന്ന് പറഞ്ഞാൽ തെറ്റിൽ നിന്ന് മാറിപ്പോകാൻ, അതുപോലെ ശൈത്താനീയത്തായ ഷർറുകളെ തൊട്ട് നമുക്ക് വലിയ കാവലുണ്ടാകും. പരിശുദ്ധമായ ഖുർആന് നമ്മൾ ഓതൽ അത് നമ്മൾ ദായിമാക്കിയാൽ. മഹാന്മാരുടെ റമളാനിലെ ജീവിതം എടുത്തു നോക്കിയാൽ ഒരു ഖത്തം അല്ല, മറിച്ച് ഒരുപാട് ഖത്തമുകൾ തീർക്കുന്ന ഒരു മാസമായിട്ടാണ് മഹത്തുക്കളൊക്കെ റമളാൻ മാസം അവരുടെ ജീവിതം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളും റമളാനിനെ പരിഗണിക്കുക, റമളാനിൽ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി പരമാവധി നമ്മൾ ശ്രമം നടത്തേണ്ടതുണ്ട്. ഖുർആനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഖുർആൻ അവതരിക്കുന്നത് കൊണ്ട് തന്നെ റമളാനിന് വലിയ പ്രത്യേകത വന്നു. നമ്മൾ ആ ഖുർആൻ പാരായണം ചെയ്യുന്നതിലും വളരെ ശ്രദ്ധ ചെലുത്തൽ അനിവാര്യമാണ്. നമുക്കറിയാം, ഇന്ന് വലിയ പ്രയാസമായി, അല്ലെങ്കിൽ ആളുകളൊക്കെ ഖുർആനിൽ നിന്ന് വിദൂരത്തായി നിൽക്കുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ നിന്ന് വിദൂരത്തായി നിൽക്കുന്ന ഒരവസ്ഥ കാണും. എന്തൊക്കെയാണ് ഈ പുതിയ കാലത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? വാർത്താ മാധ്യമങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ മാതാവിനെ കൊല്ലുന്ന മക്കൾ, അച്ഛനെ കൊല്ലുന്ന മക്കൾ, സ്വന്തം ഭാര്യയെ കൊല്ലുന്ന ഭർത്താവ്, ഭർത്താവിനെ കൊല്ലുന്ന ഭാര്യ,
അനിയനെയും കുടുംബക്കാരെയും ഒക്കെ കൊല്ലുന്ന യുവത്വങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഓരോ ദിവസവും പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് ധാർമ്മികപരമായ മൂല്യങ്ങളെ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന്, നമ്മുടെ ചെറുപ്പക്കാരിൽ നിന്ന് ധാർമ്മികമായ മൂല്യങ്ങൾ കുറഞ്ഞു പോകുന്നു എന്ന് ചോദിച്ചാൽ, പേരുകൊണ്ട് മാത്രം മുസ്ലിം ആയിരിക്കുന്ന ആളുകളാണ് നമ്മളിൽ കൂടുതലുള്ളത്. ഇസ്ലാമിൻ്റെ തത്വസംഹിതകളെ, ഇസ്ലാമിൻ്റെ ആദർശത്തെ, ആ ധാർമ്മികതയെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ആളുകൾ തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് വസ്തുത. മഹാന്മാരാകുന്ന സ്വഹാബത്തെ കിറാം, മക്കം ഫതഹിൻ്റെ അന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്ര പ്രസിദ്ധമായ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇനി എന്തു ചെയ്യണം? നിങ്ങൾ ഇവിടെ കൂടിയ ആളുകൾ, അറിയാത്ത ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കണം. ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ കൂടാത്ത ആളുകൾക്ക് ഇതിനെ എത്തിച്ചു കൊടുക്കണം, ഈ സന്ദേശം നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് സ്വഹാബത്തിനോട് പറഞ്ഞപ്പോൾ, എങ്ങനെയാണ് സ്വഹാബത്തിൻ്റെ വാഹനങ്ങൾ ഏത് ദിശയിലേക്കാണ് ഉണ്ടായിരുന്നത്, ആ ദിശയിലേക്ക് ഓരോ സ്വഹാബത്തും പുറപ്പെട്ടു പോയി എന്നാണ് ചരിത്രം. നമ്മുടെ കേരളത്തിൽ തന്നെ ദീനീ പ്രബോധനവുമായി വന്ന മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയപ്പോൾ ഒരു ഹൈന്ദവ സമൂഹത്തിലെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാൾ അവരെ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ഇളനീർ കൊടുത്തപ്പോൾ മഹാനവറുകൾ ചോദിച്ചത്, ഇത് നിൻ്റെതാണോ എന്നാണ് ചോദിച്ചത്, ഇത് ഹലാലാണോ എന്നാണോ ചോദിച്ചത്. അങ്ങനെ അവിടുത്തെ ജീവിതം കണ്ടുകൊണ്ടാണ് പിന്നീട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത്. മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, എത്രയെത്ര ആളുകളാണ് അവിടുത്തെ ജീവിതം കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നത്. മഹത്തുക്കളായ മുൻകഴിഞ്ഞ ആളുകളെയൊക്കെ ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവരുടെ ജീവിതത്തിലുള്ള ആ ഒരു ശൈലി, അവരുടെ ജീവിതത്തിൽ അവർ പുലർത്തിയ സൂക്ഷ്മത, അവർ ജീവിതത്തിൽ കൊണ്ടു നടന്ന ആ ധാർമ്മികത, അതുകൊണ്ടായിരുന്നു ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ വളരെ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് നമ്മൾ നമ്മുടെ മുസ്ലിമീങ്ങളായ ആളുകളുടെ അവസ്ഥാവിശേഷം എന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ജീവിക്കുന്ന ഇസ്ലാം ഇവനെ പറ്റിയിട്ട് ജീവിക്കുന്ന മുസ്ലിമാണ്, അല്ലെങ്കിൽ ഇസ്ലാമിനെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. ആ ഒരു ചര്യ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് നമ്മുടെ പുതിയ തലമുറ ധാർമ്മികതയില്ലാത്ത തലമുറയായി മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇസ്ലാം അനുവർത്തിച്ചതുപോലെ, ഇസ്ലാം കൽപ്പിച്ചതുപോലെ ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. ഹറാമാണെന്ന് പറഞ്ഞതിനെ വെടിയാനും നിങ്ങൾ അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞതിനെ മുറുകെ പിടിക്കാനും നമ്മൾ തയ്യാറാകണം. എന്നാലേ നമുക്ക് ജീവിതത്തിൽ ലക്ഷ്യം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ അത്യന്ത ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഇഹലോകത്ത് ജീവിച്ചു തീർക്കുക എന്നതിലുപരി ഇതൊരു പരീക്ഷണത്തിൻ്റെ ലോകമാണ്. ഇവിടെയുള്ള ജീവിതം എനിക്ക് എൻ്റെ നാളത്തെ ജീവിതത്തിൻ്റെ ആനന്ദത്തിന് വേണ്ടിയുള്ളതാണ്, എൻ്റെ ബർസഖിയായ ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന ഒരു ബോധത്തോടു കൂടെയാണ് മുഅ്മിനീങ്ങളായ നമ്മൾ ഇവിടെ ജീവിക്കേണ്ടത്. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.